ഹായ് ഹലോ വെൽക്കം ടു സിമ്പിൾ റെസിപ്പീസ്. ഇന്നേ ഏറ്റവും എളുപ്പത്തിൽ എന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂർ അത്രയും സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ മന്തി റൈസാണ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴാണ് അതിൻ്റെ ഈസിനെസ് എത്രത്തോളാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ പ്രോസസ്സിലേക്ക് പോവാം. തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പുതിനയില, ഒരു അരക്കപ്പ് മല്ലിയില, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു സവാളയുടെ 1/4 ഭാഗം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 7-8 വെളുത്തുള്ളി 2 കഷ്ണങ്ങളാക്കിയത്, 4 പച്ചമുളക് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മസാല ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലും ചേർക്കുന്നുണ്ട്. കൂടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. 2 ഉണക്ക നാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 മാഗി ക്യൂബ് നന്നായിട്ട് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മന്തി മസാലയാണ് ചേർക്കുന്നത്. ഞാനിവിടെ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ പൊടിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം മന്തി മസാലയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. കളറൊന്നും ചേർക്കുന്നില്ല, പകരം കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ചിക്കനിലൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ട് വെക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ 15 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ മാരിനേഷന് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സ്റ്റൗവിൽ വെക്കുകയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ മാരിനേഷനായിട്ട് ഇരുന്നില്ല എന്ന് വെച്ചെങ്കിലും വേറെ കുഴപ്പമൊന്നും പറ്റണില്ല, ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിലേക്ക് 2 ബേ ലീഫ്, 5-6 ഏലക്ക, 2 കഷ്ണം പട്ട, 1 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്തിട്ട് അതൊന്ന് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലാണ് ചിക്കൻ വെച്ചിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് എല്ലാം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ചിക്കൻ എല്ലാം ഒരു ഭാഗം കുക്കായത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ കാണിച്ച കപ്പിൽ ഒരു 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 10 മിനിറ്റിന് ശേഷം അരി 90% കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഊറ്റിയെടുക്കുകയാണ്. അതിന് മുന്നേ ഈ ചിക്കൻ 2 ഭാഗവും കുക്ക് ചെയ്തിട്ട് അതിൽ ബാലൻസ് വന്നിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ഇത് ദം ചെയ്യാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പോളം ഓയിൽ ഇങ്ങനെ മാറ്റി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റി മാറ്റിയിട്ടുള്ള അരി ഇനി ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അരി ലെയർ ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഒരു ലെയർ കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയിലും ആ മസാലയുടെ ഒക്കെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. മുഴുവനായിട്ടുള്ള മസാല റൈസിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3 പച്ചമുളക് റൈസിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ ചിക്കനിലേക്ക് ചേർത്ത മന്തി മസാല 1 ടീസ്പൂണോളം റൈസിൽ ഇങ്ങനെ തൂവി കൊടുക്കുകയാണ്. നമ്മൾ ബിരിയാണിയിലൊക്കെ ഗരം മസാല ചേർക്കുമല്ലോ, അതുപോലെ മന്തി മസാല ഈ റൈസിലേക്ക് തൂവി കൊടുക്കുകയാണ്. അതിന് ശേഷം ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിഡ് കൊണ്ട് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ.
അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ ഇത് ഇങ്ങനെ തന്നെ ലിഡ് തുറക്കാതെ ഇങ്ങനെ തന്നെ വെക്കുകയാണ്. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോഴാണ് കറക്റ്റ് ആ ടെക്സ്ചർ കിട്ടുള്ളൂ. അതുപോലെ ടേസ്റ്റും പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാൻ നേരത്തൊന്ന് തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മേലെയുള്ള റൈസും അടിയിലുള്ള റൈസും ഒക്കെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു സെർവിങ് ഡിഷിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ കഴിക്കാൻ സമയമാകുമ്പോഴത്തേനൊക്കെ നമുക്കത് തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴത്തേനൊക്കെ പെർഫെക്റ്റ് മണവും ടേസ്റ്റും ഒക്കെ ആയി വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ കൂടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.